നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് യു.ഡി.എഫിന് പ്രതികൂലമായ കാലാവസ്ഥയെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഏകദിന യു.ഡി.എഫ് യോഗത്തിൻ്റെ വിലയിരുത്തൽ. യു.ഡി.എഫിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് പ്രതികൂല കാലാവസ്ഥ ഉണ്ടായതെന്ന് യോഗം വിലയിരുത്തി. ഘടകകക്ഷികൾക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ യു.ഡി.എഫിൻ്റെ അടിപ്പാടിളകുമെന്ന് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. ഇങ്ങനെ പോയാൽ യു.ഡി.എഫ് അടുത്ത തെരഞ്ഞെടുപ്പിൽ പച്ച തൊടില്ലെന്ന് വി.ഡി. സതീശനും വിമർശിച്ചു. കടുത്ത വിവാദങ്ങൾക്കിടെ നടന്ന യു.ഡി.എഫ് യോഗമാണ് സംസ്ഥാനത്ത് മുന്നണിക്ക് പ്രതികൂല കാലാവസ്ഥയാണെന്ന് വിലയിരുത്തിയത്. യു.ഡി.എഫിന് അനുകൂലമായി ഉണ്ടായിരുന്ന സ്ഥിതി യു.ഡി.എഫ് തന്നെ ഇല്ലാതാക്കുകയായിരുന്നു. ഇത്രയും കാലം കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളായിരുന്നു പ്രതിസന്ധി സൃഷ്ടിച്ചതെങ്കിൽ ഇത്തവണ അത് ഘടകകക്ഷികളിലേതാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ മുന്നണിയുടെ അടിപാടിളകുമെന്ന് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി മുന്നറിയിപ്പ് നൽകി. ഒരു വെടിക്കെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഇനി പൊടിപടലം മാത്രമാണുള്ളത്. ഇനിയും ശ്രമിച്ചാൽ പ്രതിച്ഛായ നന്നാക്കാമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എന്നാൽ വെടിക്കെട്ടിന്റെ പുകപടലം മാത്രം മതി പൊള്ളലേൽക്കാൻ എന്നായിരുന്നു കെ.എം. മാണിയുടെ ഓർമ്മപ്പെടുത്തൽ. ഇങ്ങനെ പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് പച്ച തൊടില്ലെന്ന് കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. മാധ്യമങ്ങൾ നിശ്ചയിക്കുന്ന അജണ്ടയ്ക്ക് പിന്നാലെ പോകുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നായിരുന്നു ജോണി നെല്ലൂരിന്റെ വിമർശനം. അതേസമയം ജോർജ് വിഷയവും സരിതയുടെ കത്തും യോഗത്തിൽ ചർച്ചയായില്ല. ജോർജ് മുന്നണിക്ക് പ്രശ്നമുണ്ടാക്കുന്നില്ലെന്നും പ്രശ്നമായാൽ ഇടപെടുമെന്നും കൺവീനർ പി.പി. തങ്കച്ചൻ പറഞ്ഞു. അങ്ങനെ വളരെ ഗൗരവമായി മുന്നണിയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കണ്ടാൽ അപ്പോൾ മുന്നണി ഇടപെടും. അല്ലെങ്കിൽ അതാത് പാർട്ടികളാണ് അതൊക്കെ നിയന്ത്രിക്കേണ്ടത്, നടപടി എടുക്കേണ്ടതൊക്കെ അതാത് പാർട്ടികൾ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ സർക്കാരിനെ അട്ടിമറിക്കാൻ എൽ.ഡി.എഫ് രഹസ്യമായി യു.ഡി.എഫ് ഘടകകക്ഷികളെ സമീപിച്ചതായി പി.പി. തങ്കച്ചൻ ആരോപിച്ചു. യു.ഡി.എഫിലെ വന്ന കക്ഷികളെ മാത്രമല്ല നിലവിലുള്ള ചില കക്ഷികളെയും സ്വാധീനിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കില്ല. ആ കട്ടിലുണ്ടായാലും മരിക്കണ്ട. 2000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീട്ടുകരം കൂട്ടിയത് ഒഴിവാക്കാൻ യു.ഡി.എഫ് സർക്കാരിനോട് ശുപാർശ ചെയ്തു. വാടകച്ചീട്ടിൽ മുദ്രപത്രത്തിന്റെ വില വർദ്ധിപ്പിച്ചതും പുനഃപരിശോധിക്കും. സർക്കാരിന്റെ അവസാന വർഷത്തെ കർമ്മപരിപാടികൾ 16 ചേരുന്ന യു.ഡി.എഫ് യോഗം അന്തിമ രൂപം നൽകും. ക്ലബ്ബുകളുടെ ലൈസൻസ് കാര്യത്തിലും അടുത്ത യോഗം തീരുമാനം കൈക്കൊള്ളും. ജി ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ശ്രീ ജോണി നെല്ലൂർ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ പ്രതാപൻ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ജോണി നെല്ലൂർ, യു.ഡി.എഫിന് അനുകൂലമല്ല രാഷ്ട്രീയ അന്തരീക്ഷം എന്ന വിലയിരുത്തൽ നടത്തിയ നേതൃയോഗം അതിന് പരിഹാരമായി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പ്രകാശ്, നിങ്ങളുടെ വിലയിരുത്തൽ പൂർണ്ണമായും ശരിയല്ല. യു.ഡി.എഫ് ഇന്ന് രാവിലെ മുതൽ യോഗം ചേർന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു അവലോകനമാണ് ഞങ്ങൾ നടത്തിയത്. ആ അവലോകനത്തിൽ ഞങ്ങൾ ചെന്നെത്തിയ നിഗമനം, യു.ഡി.എഫ് ജനക്ഷേമകരങ്ങളായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി പോകുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ യു.ഡി.എഫിനുള്ളിലെ പടലപ്പണക്കങ്ങളും അതുപോലെ തന്നെ യു.ഡി.എഫിനുള്ളിലുണ്ടായ അനൈക്യവുമൊക്കെ യു.ഡി.എഫിൻ്റെ ശോഭയെ അല്പം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളത് ശരിയാണ്. ശ്രീ ജോണി നെല്ലൂർ, യു.ഡി.എഫിനുള്ളിലെ പടലപ്പിണക്കങ്ങളും അതുപോലെ തന്നെയുള്ള തർക്കങ്ങളും ശോഭ കെടുത്തി എന്ന് നിങ്ങൾ വിലയിരുത്തിയെങ്കിൽ ആ പടലപ്പിണക്കങ്ങളുടെയും ആ ശോഭ കെടുത്തലിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായ ബാർക്കോഴ വിവാദം, അതുപോലെ തന്നെ PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിലേക്ക് നയിച്ച മാണിക്കെതിരായ അഴിമതി ആരോപണങ്ങൾ, അതുപോലെ തന്നെ സരിതയുടെ കത്ത്, ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യാതെ വിട്ടു? അല്ല, നേതൃയോഗത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല എന്നൊരു ധാരണയിലാണ് ഞങ്ങൾ യു.ഡി.എഫ് യോഗത്തിലേക്ക് പോയത്. കാരണം PC ജോർജ് ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഇന്നലെ നൽകിയ കത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. ജോർജ് തന്നെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു, നമ്മളൊക്കെ പല ഘട്ടങ്ങളിലായി മാധ്യമങ്ങളിലൂടെ ചർച്ചകളിൽ അത് ഉൾപ്പെടുത്തി. അപ്പോൾ അത് പ്രത്യേക പുതുമയില്ലാത്തൊരു കാര്യമെന്നുള്ളത് കൊണ്ട് അതിന് വലിയ ഗൗരവം കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് യു.ഡി.എഫ് നിഗമനത്തിലെത്തിയതും ആ വിഷയം ചർച്ചയ്ക്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചതും. പിന്നെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് ജോർജിനെ മാറ്റുക എന്നുള്ളത് അത് അതിലേക്കല്ല, അങ്ങനെയല്ല. ഏതാണ്ട് ഇപ്പം നിങ്ങളും അതിൽ പങ്കെടുത്തതാണ്, താങ്കളെപ്പോലുള്ള അതിൽ പങ്കെടുത്ത ആളുകളുമായി മാധ്യമങ്ങൾക്ക് ബന്ധമുണ്ട്. എന്താണ് അതിൽ നടന്നത് എന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം. ഒരാശങ്ക പൊതുവേ യു.ഡി.എഫ് യോഗത്തിൽ ഉയർന്നു. ഈ രീതിയിലാണെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും? അതുപോലെ തന്നെ ഒരു പ്രതിസന്ധി യു.ഡി.എഫ് നേരിടുന്നു. ആ പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഘടകകക്ഷികൾക്കുള്ളിലെ തർക്കങ്ങളും ഘടകകക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങളുമാണ് എന്നെല്ലാം വിലയിരുത്തുമ്പോൾ ആ തർക്കങ്ങൾക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത്
ഇപ്പോൾ ബാർക്കോഴ വിവാദം നിയമസഭയിലടക്കം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒന്നാണ്. അതിൽ KM മാണിക്കെതിരെ, മന്ത്രി K ബാബുവിനെതിരെ എല്ലാം ആരോപണങ്ങൾ പുറത്തുയർന്നിരിക്കുന്നു. അതുപോലെ തന്നെ സരിതയുടെ കത്തുമായി ബന്ധപ്പെട്ട് MP-മാർ, MLA-മാർ, മന്ത്രിമാർ UDF-ന്റെ അതിൽ ആ കത്തിൽ ഒരു മോശപ്പെട്ട അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. KM മാണിയും PC ജോർജും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് KM മാണി അഴിമതിക്കാരനാണ് എന്ന് നിങ്ങളുടെ ഒരു MLA തന്നെ, ഒരു UDF MLA തന്നെ പുറത്ത് പൊതുയോഗം നടത്തി പറയുന്നു. മാണിയുടെ സ്വത്തിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ എങ്ങനെ നിങ്ങൾ പ്രതിച്ഛായ വീണ്ടെടുക്കാം എന്നാണ് പറയുന്നത്? ഇപ്പോൾ PC ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ ഇന്ന് ഒരു പുതുമയുള്ളതല്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളൊക്കെ അതിൻ്റേതായ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വിശകലനം ചെയ്തു. അതിലൊന്നും ഒരു കഴമ്പുമില്ല എന്ന് കണ്ടതുകൊണ്ടാണ് അത് ഗൗരവമായ ഒരു ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല എന്ന് UDF തീരുമാനിച്ചത്. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം, ഇപ്പോൾ UDF-ൽ അനയിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം കാര്യങ്ങൾ ജനക്ഷേമപരങ്ങളായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ്. ജനക്ഷേമത്തിലേക്ക് വരാം ശ്രീ ജോണി നെല്ലൂർ. ജനക്ഷേമമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ R ബാലകൃഷ്ണപിള്ള, ജനക്ഷേമകരമായ കാര്യങ്ങൾ മാത്രമാണ് UDF ചർച്ച ചെയ്യുന്നത്, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യങ്ങൾ മാത്രം. മറിച്ച് താങ്കൾ മുന്നണിയിൽ നിന്ന് പുറത്തായതോ, അതല്ലെങ്കിൽ PC ജോർജിൻ്റെ ചീഫ് വിപ്പ് സ്ഥാന നഷ്ടമോ, അതല്ലെങ്കിൽ ബാർക്കോഴ വിവാദമോ, എന്തൊക്കെയാണോ ഈ സർക്കാരിനെതിരെ പൊതുജനങ്ങൾക്കിടയിൽ സംശയം ഉയർത്തുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ കോൺഗ്രസിൻ്റെ യോഗത്തിൽ ആവശ്യപ്പെട്ടതായി വാർത്ത പുറത്തു വന്നിരുന്നു. ആരും നിഷേധിച്ചിട്ടില്ല. ഇതൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല, വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്ന് പറയുക, ഇനി ഭരണ തുടർച്ചയുണ്ടാകും എന്ന് മുഖ്യമന്ത്രി ആത്മവിശ്വാസം പുലർത്തുക, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഭരണ തുടർച്ചയെന്ന് പറഞ്ഞാൽ ഒട്ടും കിട്ടുമെന്ന് മാത്രം വീണ്ടും അത് പ്രതിപക്ഷ നേതാവിന് ആകാം എന്നായിരിക്കും അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അത് മുഖ്യമന്ത്രിയായിട്ടല്ല ഭരണ തുടർച്ച. കാറ്, കുടി, സ്റ്റാഫ്, വീട്, സൗകര്യങ്ങള് എല്ലാം കിട്ടും ഉമ്മൻചാണ്ടിക്ക്. അതാണ് ഭരണ തുടർച്ചയായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് R ബാലകൃഷ്ണപിള്ളയുടെ ടെലിഫോൺ സംഭാഷണത്തിൽ അവ്യക്തതയുണ്ട്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ സംശയത്തിൻ്റെ നിഴലിലാണ് UDF, അതിലെ നേതാക്കൾ, അതിൻ്റെ മന്ത്രിമാർ. എന്നിട്ടും ഉമ്മൻചാണ്ടി ആത്മവിശ്വാസം പുലർത്തുന്നു ഭരണ തുടർച്ചയുണ്ടാകും എന്ന്. മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ സമരങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടതുകൊണ്ടാണ് അവരിപ്പോൾ സരിതയുടെ വിഷയം ഉന്നയിക്കുന്നത് എന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ മേൽക്കൈ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എവിടെ നിന്നാ മേൽക്കൈ? 16 സീറ്റുണ്ടായിരുന്ന UDF 12 കുറഞ്ഞാൽ മേൽക്കൈയാവും. 4 സീറ്റുണ്ടായിരുന്ന LDF 8 സീറ്റായി വർദ്ധിപ്പിച്ചാൽ അതാണ് താഴ്ന്നു പോയത്. ആ പാർലമെൻറ്റ് സീറ്റിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറയണ്ട. പിന്നെ ഞാൻ വേറെ ചോദിക്കട്ടെ, 2 വർഷത്തിന് ശ്രീ ഉമ്മൻചാണ്ടി പറയുകയുണ്ടായി 2 വർഷത്തിന് മുമ്പുള്ള കത്ത് ഇപ്പം എന്തിനെടുത്ത്? 2 വർഷത്തിന് മുമ്പുള്ള കത്തിന് അടിസ്ഥാനമായ പ്രശ്നങ്ങൾ ഇപ്പോഴും സജീവമാണ്. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ ഉമ്മൻചാണ്ടിയെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓഫീസും എല്ലാം അതിൽ അന്വേഷണ വിധേയമാണ്. അവിടെയാണ് പ്രസക്തമായ കത്ത്. ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നത് സരിതയെ ഞാൻ കണ്ടിട്ടേ ഇല്ലെന്നാണ്. സരിതയുടെ കത്തിൽ ഇപ്പോൾ പറയുകയാണ് ശ്രീധരൻ നായരും ഞാനും കൂടി മുഖ്യമന്ത്രിയെ കണ്ടു എന്ന് കത്തിൽ പറയുകയാണ്. സരിതയുടെ കത്ത് 2 വർഷത്തിന് മുമ്പ് എഴുതിയത് കൊണ്ട് അത് പഴഞ്ചനായിപ്പോയോ? എപ്പോഴാണ് ഇത് ഡിസ്കസ് ചെയ്ത്? ഇപ്പോഴല്ലേ കത്ത് പുറത്തു വരുന്നത്? കത്ത് പുറത്തു വരുമ്പോഴല്ലേ എൻ്റെ ചർച്ച നടത്തേണ്ടതുള്ളൂ. എൻ്റെ പ്രകാശ്, ഈ കേരളത്തെ ഇതുപോലെ അപമാനിച്ച ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടോ? മലയാളികളായ ആളുകൾ മറുനാടിൽ പോയി പണിയെടുക്കുന്നവനൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു സ്ഥിതി വന്നില്ലേ? ഈ മന്ത്രിമാരും MLA-മാരും രാഷ്ട്രീയക്കാരും ഒരു പെണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെണ്ണും കള്ളും പണവും, അതാണ് ഈ ഗവൺമെൻറ് മുഖമുദ്ര. വികസനം എന്ന് പറയുന്ന ആരുടെ വികസനമാണ്? മന്ത്രിമാരുടെ വികസനമാണോ? സരിതയുടെ വികസനമാണോ? ഏത് വികസനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത്രയും നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും കടിച്ചു തൂങ്ങിയിരിക്കുകയല്ലേ? എൻ്റെ സ്നേഹിതൻ ജോണി നെല്ലൂർ പറയുകയാണ്, ഇത്രയും ഈ ഭരണം നയിക്കുന്ന UDF-ന്റെ നിയന്ത്രിക്കുന്ന കമ്മിറ്റി ഇന്ന് കൂടിയിട്ട് ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തേയില്ല. പിന്നെ എന്തിനാണ് നിങ്ങളത് കൂടുന്നത്? ഇതിനപ്പുറം ഈ കേരളത്തെയും ജനങ്ങളെയും അപമാനിച്ച ഒരു സംഭവമുണ്ടോ? ആ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ചർച്ച നടക്കുക? ജനങ്ങളെ കബളിപ്പിക്കില്ല ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത്.
വികസനത്തിൻ്റെ ഒന്നും കാര്യം പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സാധിക്കില്ല. അത് ഒരുപാട് കാര്യമുണ്ട്. ആ വികസനം സംബന്ധിച്ച് പ്രത്യേക ചർച്ച വരുമ്പോൾ നമുക്ക് പറയാം. ഇവിടെ പക്ഷേ ശ്രീ ആനത്തലവട്ട ആനന്ദൻ അങ്ങനെ പരത്തി പറയാതിരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ച് ആ സർക്കാർ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായി? സോളാർ പ്രശ്നമുണ്ടായി, ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളുണ്ടായി, ഏതാണ്ടെല്ലാം മന്ത്രിമാർക്കുമെതിരെ അഴിമതി ആരോപണം ഉണ്ടായി, മുമ്പൊരു കാലത്തും കേട്ടിട്ടില്ലാത്ത രീതിയിൽ അത് എന്ന് എപ്പോൾ എങ്ങനെ കൊടുത്തു, എത്ര രൂപ കൊടുത്തു എന്ന് UDF-നകത്തു നിന്ന് തന്നെ പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ ഉണ്ടായിട്ടും കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരനക്കവും കൂടാതെ ആ സർക്കാർ തുടരുകയാണ്. അതിനുശേഷം അതിൻ്റെ മുന്നണിയുടെ നേതൃയോഗത്തിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാതെ മാറ്റിവെക്കുകയാണ്. ചർച്ച ചെയ്യണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല എന്ന് ജോണി നെല്ലൂർ പറയുന്നു. ഭരണ തുടർച്ചയുണ്ടാകും എന്ന ആത്മവിശ്വാസം മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നു. എന്തുകൊണ്ടിത്? അവർക്ക് വിശ്വാസം വെച്ചു പുലർത്താനുള്ള അവകാശമുണ്ട്. ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റിനെ വഴിവിട്ട മാർഗങ്ങളുടെ അട്ടിമറിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചിട്ടില്ല. അതിൽ നിന്ന് ആരെയെങ്കിലും ചാക്കിട്ട് പിടിച്ചൊരു ഗവൺമെന്റ് ഉണ്ടാക്കാനും ശ്രമിച്ചിട്ടില്ല. അവരവിടെ ഇരുന്ന് ഭരിച്ച് പുഴുത്തു നാറി ജനങ്ങൾക്കിതൊരു അസഹ്യമായി ബോധ്യപ്പെടുമ്പോൾ ജനങ്ങളതിന് വിധിയെഴുതും. ആ വിധത്തിലാണ് ഈ ഗവൺമെന്റ് പോണത്. ഇപ്പോൾ നിങ്ങൾ പ്രകാശ് ഉദ്ദേശിക്കുന്നതിനെല്ലാം ബലം പ്രയോഗിച്ച് പിടിച്ചിറക്കണമെന്നാണോ? അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ജനങ്ങൾ ഈ കാര്യമെല്ലാം ബോധ്യപ്പെടുത്തും. ജനങ്ങൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ശ്രീ ആനത്തലവട്ട ആനന്ദൻ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുകയാണല്ലോ. ഇന്നിപ്പോൾ RSPയുടെ നേതാവ് ശ്രീ ചന്ദ്രചൂഡൻ, അദ്ദേഹം തൊലിക്ക് ഓരോ ദിവസവും നേതാക്കൾക്ക് കട്ടി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിമർശിക്കുന്നു. ഈ സർക്കാരിനെയും മുന്നണിയെയും വിമർശിക്കുന്നു. ഒരു ബദലിനെ കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നു. സമാനമായ കാര്യങ്ങളാണ് UDF-ൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി പോലും പറയുന്നത് മുസ്ലിം ലീഗിന് പോലും ഇതിൻ്റെ ഒരു തുടർച്ചയെക്കുറിച്ച്, ഇതിൻ്റെ ഒരു ബഹുജനാടിത്തറയെക്കുറിച്ച് തർക്കമുണ്ടായിരിക്കുന്നു. VD സതീശന് ജനങ്ങൾ എങ്ങനെയായിരിക്കും ഈ സർക്കാരിനെ നോക്കിക്കാണുക എന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരിക്കുന്നു. ഇത് ഉപയോഗിക്കേണ്ടതില്ലേ ഒരു മുന്നണി സംവിധാനത്തിൽ, ഒരു പാർലമെന്ററി സംവിധാനത്തിൽ? ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിക്കോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ UDF-ൽ നിന്ന് തുടരാൻ സാധിക്കില്ല. പക്ഷേ ഈ ചന്ദ്രചൂഡനും അതുപോലുള്ള ആൾക്കാരും തന്നെ ഈ ചളിക്കുണ്ടിലാണ് ചെന്ന് വീണിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രകാശനോട് ചോദിക്കട്ടെ, ഇവിടെ അധികാരത്തിലേറിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഘടകകക്ഷിയായ ബാലകൃഷ്ണപിള്ളയും ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഒരു മന്ത്രിയായിരുന്നു. ഇത് മുന്നണി വിട്ടുപോയി. അവർ പരസ്യമായി ഈ ഗവൺമെന്റ് വിമർശിക്കുകയാണ്. പരസ്യമായി ഗണേശനൊരു മന്ത്രിക്കെതിരെ, നിലവിലുള്ള ഒരു മന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ അതിനുള്ള ചീഫ് വിപ്പായിരുന്ന PC ജോർജ് മുന്നണി വിട്ടുപോയിട്ട് പറയുന്ന ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ അന്വേഷിക്കണ്ടേ? അതൊക്കെ നിസ്സാരമായി തള്ളിക്കളയാമോ? അടിസ്ഥാനരഹിതമെന്നല്ലേ പറയുക? അടിസ്ഥാനരഹിതമെന്ന് ആരാ തീരുമാനിക്കുക? ആരോപണം എന്നതിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം ഇന്നലെയും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്, വിജിലൻസിന്റെ ഈ മാണിക്കെതിരായി കേസെടുത്തത് തന്നെ തെറ്റാണ്, അദ്ദേഹത്തിന് മേൽ കുറ്റപത്രം സമർപ്പിക്കില്ല. അദ്ദേഹം അങ്ങനെ മുഖ്യമന്ത്രി ജഡ്ജിയാണോ? ശ്രീ ഉമ്മൻചാണ്ടി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ പറയണ്ടേ അദ്ദേഹത്തിന്റെ മേൽ ചാർജ് ഇല്ലെന്ന്? FIR എങ്ങനെയായിട്ട്? പ്രൈമ ഫേസിയ കേസുള്ളതുകൊണ്ടല്ലേ FIR ഇട്ട്? ആ FIR ഇട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ പറയാതെ മുഖ്യമന്ത്രി പറയുകയാണ് അടിസ്ഥാനരഹിതമായ ആരോപണം, അദ്ദേഹത്തിന് മേൽ കുറ്റപത്രം സമർപ്പിക്കില്ല. മുൻകൂർ തീരുമാനിക്കുകയല്ലേ? ഈ തരത്തിൽ സകല അഴിമതിയും കാണിക്കുന്നവരെ സംരക്ഷിക്കുന്നതിന്റെ തലവനായി കേരളത്തിലെ സംസ്ഥാനം ഭരിക്കുന്ന വ്യക്തമാണ്. ശ്രീ പ്രതാപൻ, ഇന്നലെ PC ജോർജ് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകി. ആ കത്തോ അതിൻ്റെ ഉള്ളടക്കമോ ചർച്ച ചെയ്യേണ്ട ഒന്നല്ല എന്നാണ് ഇന്ന് UDF നേതൃയോഗം എത്തിച്ചേർന്ന ഒരു തീരുമാനം. അതുപോലെ തന്നെ PC ജോർജ് എഴുതി കൊടുത്ത കത്ത്, അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ, ബാർക്കോഴ, സരിതയുടെ ആക്ഷേപങ്ങൾ, ഇതൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല, അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ആ മുന്നണി നേതൃത്വം തീരുമാനമെടുത്ത ശേഷവും PC ജോർജിനെ മാറ്റിയ കാര്യം ഉൾപ്പെടെ അത് ശരിയായി എന്ന് തീരുമാനമെടുത്ത ശേഷവും നിങ്ങൾ എന്തിനാണ് ആ മുന്നണിയിൽ തുടരുന്നത്? എന്തിനാണ് പിന്നീട് മാണിയുടെ പാർട്ടിയുടെ, അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബസ്വത്ത് പോലെ കൊണ്ടു നടക്കുന്ന ആ പാർട്ടിയുടെ ഏക വൈസ് ചെയർമാനായി തുടരുന്നത്? പ്രേക്ഷേട്ടാ, ഒരു കള്ളനെ, അതും ഒരു പെരുങ്കള്ളനെ, സംസ്ഥാനത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൻകിട കള്ളനെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു മന്ത്രിസഭയാണിത്. ശ്രീ KM മാണിയെ
ആ മന്ത്രിസഭയുടെ ഭാഗമായി ആ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന UDF-ഉമായിട്ട് ഞങ്ങൾ ചേർന്നുകൊണ്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് അപമാനമുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. ശ്രീ PC ജോർജിന് ഒരു ബാധ്യതയുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്. ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത UDF-ന്റെ ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന പ്രവർത്തകരുണ്ട്. UDF-നെ സ്നേഹിക്കുന്ന അനുഭാവികളുണ്ട്. അദ്ദേഹത്തെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുണ്ട്. അവരോട് അദ്ദേഹത്തിന് ജനാധിപത്യപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയേ പറ്റൂ. ഒരു സുപ്രഭാതത്തിൽ അവരെ ഏൽപ്പിച്ച ആ ചുമതല ഇട്ടെറിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പിന്നെ കേരള കോൺഗ്രസിൽ ഞങ്ങൾ തുടരുന്നത് KM മാണിയുടെ ആധിപത്യം ഇല്ലാത്ത ഒരു കേരള കോൺഗ്രസ് കേരളത്തിൽ നിലവിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കൽത്തുറങ്കിലേക്കുള്ള യാത്രയിലാണ് അദ്ദേഹം ഇപ്പോൾ. അദ്ദേഹത്തിന്റെ മകന്റെയും അദ്ദേഹത്തിന്റെ ചെയ്തികളെയും കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടന്നാൽ അച്ഛനും മകനും ഒരുമിച്ച് കൽത്തുറങ്കിൽ പോകേണ്ട ഒരു സാഹചര്യമാണ് ഈ കേരളത്തിലുള്ളതെന്ന് എല്ലാവരും പറയുന്നു. അതുകൊണ്ട് വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും പൊതുപ്രവർത്തനം തുടങ്ങിയ KM മാണി ഇന്ന് കോടികളുടെ, അതും നമ്മൾക്കൊന്നും അക്കങ്ങളിട്ട് നിരത്താൻ കഴിയാത്ത കോടികളുടെ ആസ്തിയുള്ള അതീവ സമ്പന്നമായ ഒരു കുടുംബാധിപത്യത്തിന്റെ നായകനായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടന്നേ പറ്റുള്ളൂ. കാരണം അന്വേഷണം നടന്നാൽ അദ്ദേഹം കൽത്തുറുങ്കിലേക്ക് പോകും, യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ മകനെ നാളെ ഈ കേരളത്തിൽ അധികാര സ്ഥാനത്തിൽ എത്തിച്ചില്ലെങ്കിൽ ഈ അവസ്ഥ അദ്ദേഹത്തിന്റെ മകനുണ്ടാകും. ഇത് നന്നായി അറിയാവുന്ന മാണി ഇന്നിപ്പോൾ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടന്ന് പരസ്പരം അറിയാവുന്ന ചെയ്തികൾ ചെയ്തവർ തമ്മിലുള്ള ഒരു പരസ്പര സഹകരണം മാത്രമാണ് ഇന്ന് KM മാണിയും UDF-ഉം തമ്മിലുള്ളത് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ശ്രീ ജോണി നെല്ലൂർ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഇപ്പോൾ ജോണി നെല്ലൂരിൻ്റെ പാർട്ടി അഴിമതി നടത്തിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പാർട്ടി കർഷകർക്ക് വേണ്ടിയും സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയും നിൽക്കുകയാണെങ്കിൽ, അതിൽ റബ്ബറിൻ്റെ കാര്യത്തിൽ അഴിമതി നടത്തിയ ഒരു ഘടകകക്ഷി നേതാവിൻ്റെ മന്ത്രിയുടെ മകനെ MP ആയി ചുമക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടോ? അതുപോലെ തന്നെ UDF എന്ന് പറയുന്നത് ഒരു സംവിധാനമാണല്ലോ. ഇപ്പോൾ KPCC ചേർന്നപ്പോൾ അതിൽ VD സതീശൻ എന്ന് പറയുന്ന അതിലെ വൈസ് പ്രസിഡന്റിന് പറയേണ്ടി വന്നുവല്ലോ, ഈ മാണിയെ ഇങ്ങനെ ചുമക്കരുത്, ഈ മാണിയെ ഇങ്ങനെ സഹായിക്കരുത്, അത് 2ാം UPA സർക്കാരിനുണ്ടായതുപോലെ വലിയ തിരിച്ചടിക്ക് വഴിയൊരുക്കും. ഇന്നിപ്പോൾ ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ ഏതാണ്ട് അഭിപ്രായം പല രീതിയിൽ പറഞ്ഞല്ലോ. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹം പരിണിതപ്രജ്ഞനായ ഒരു നേതാവല്ലേ, മുൻ അനുഭവമില്ല ഇത്തരം ജനങ്ങളുടെ തിരിച്ചടിക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പറച്ചിൽ അതുൾക്കൊണ്ട ഒരു തിരുത്തൽ മന്ത്രിസഭയിലും മുന്നണിയിലും ഒരു പുനഃസംഘാടനം അതിന് സാധ്യതയുണ്ടോ? അതേക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? പ്രകാശ്, ഒരു കാര്യം വളരെ വിനയത്തോടെ പറയട്ടെ. പ്രതാപൻ എൻ്റെ സുഹൃത്താണ്. PC ജോർജ് കഴിഞ്ഞ 4.5 വർഷമായി കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഏക വൈസ് ചെയർമാനാണ്. അദ്ദേഹം മാണിസാറിനെ മാണിസാർ എന്ന് വിളിച്ചാൽ പൂർണ്ണമാകില്ല, അത്ര ബഹുമാനത്തോടെ ആദരവോടെ വിളിച്ചുകൊണ്ട് ഈ 4 വർഷക്കാലവും മാണിസാറിനെ വാനോളം പുകഴ്ത്തി പറയുന്നത് ഞാനും പ്രകാശോടക്കം കേട്ടിട്ടുണ്ട്. നേരത്തെ പാലാ മെമ്പർ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന PC ജോർജ് പിന്നീട് മാണിസാർ എന്ന് വിളിച്ച് ആ വിധത്തിൽ പറയുന്നത് നമ്മൾ കേട്ടു. ഞാൻ ചോദിക്കട്ടെ, ഇത്രയേറെ അഴിമതി നടത്തിയിട്ടുള്ള ഒരാളുടെ കൂട്ടത്തിൽ എന്തിനാണ് PC ജോർജ് 4 കൊല്ലക്കാലം അതിൻ്റെ വൈസ് ചെയർമാനായി തുടർന്നത്, ചീഫ് വിപ്പായി തുടർന്നത്? അത് തന്നെ ഒരു വിരോധാഭാസമല്ലേ? ഇപ്പോൾ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടപ്പോൾ എന്തുമങ്ങ് പറയുന്ന ഒരു സമീപനം, അതിനോട് നമുക്ക് യോജിക്കാൻ അല്ല. ശ്രീ ജോണി നെല്ലൂർ, PC ജോർജ് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ യോഗത്തിൽ ഒരു മുന്നണി സർക്കാരിൻ്റെ ബഹുജന പിന്തുണ വർദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ? ജനങ്ങൾക്കിടയിൽ ഈ സർക്കാരിനെ കുറിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിയോജിപ്പുണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ അത് തിരുത്താൻ എന്ത് ചെയ്യണം എന്ന കാര്യം. അങ്ങനെ വരുമ്പോൾ 1-2 ഭരണ നടപടി, അതിന്നിപ്പോൾ VD സതീശൻ പറഞ്ഞില്ലേ, ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലല്ല അതൃപ്തി, മറിച്ച് പാർട്ടികളുടെ പ്രവർത്തനത്തിൽ, അതിൻ്റെ നേതാക്കളുടെ പ്രവർത്തനത്തിൽ, അവർ ജനങ്ങളിലുണ്ടാക്കുന്ന കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിൽ അതിലാണ് അതൃപ്തി എന്ന് പറയുമ്പോൾ അതിൽ തിരുത്തൽ വരുത്തണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആർജവത്തോടുകൂടി ആവശ്യപ്പെട്ടോ? അതോ പ്രതാപൻ ചൂണ്ടിക്കാണിച്ചതുപോലെ PC ജോർജിൻ്റെ പഴയ കാര്യം അവിടെ നിൽക്കട്ടെ, ഇപ്പോഴുള്ള ഈ കൂട്ടുകച്ചവടത്തിൽ തുടരാമെന്ന് കരുതി പരസ്പരം തടവിക്കൊടുത്തോ? പ്രകാശ്, ഇതെല്ലാം ഈ ആരോപണങ്ങൾ ആർക്കും ആരെ പറ്റി ഉന്നയിക്കാം. പക്ഷെ ഇതിനൊരു അടിസ്ഥാനം വേണ്ടേ, ഇതിന് തെളിവുകൾ വേണ്ടേ?
അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിൻ്റെ പുറകെ പോകേണ്ട ഗതികേട് നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഒരു കാര്യം ഞാൻ പറയട്ടെ, പ്രകാശ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മുഖവിലക്കെടുത്തുകൊണ്ട് UDF-ൽ ഇന്ന് നടന്ന ചർച്ച വളരെ ക്രിയാത്മകമായിരുന്നു. ആ ക്രിയാത്മകമായ ചർച്ച നടന്നത് ആ കൂട്ടത്തിൽ ഒരു കാര്യം നാം ആലോചിക്കണം. ഇവിടെ എൻ്റെ സ്നേഹിതൻ ആനത്തലവട്ടം പറഞ്ഞ കാര്യം സോളാർ കേസ് ആയിരുന്നല്ലോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ വ്യാപകമായി ഗൗരവത്തിൽ ചർച്ച ചെയ്തത്. ജനങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ? ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 12 സീറ്റുകളിൽ UDF വിജയിച്ചു വന്നു. UDF-ലെ അനൈക്യം മൂലം 2-3 സീറ്റുകൾ പോയി. അത് ഞാൻ അംഗീകരിക്കുന്നു. UDF-ൽ അനൈക്യവും സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന അപാകതയും മൂലം 2-3 സീറ്റുകൾ പോയി. എവിടെയാണ് ജനപിന്തുണ കുറഞ്ഞത്? UDF-ന്റെ ജനപിന്തുണ അപ്പോഴും നിൽക്കുന്നു. 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. വ്യക്തമാണ്. ശ്രീ ആനത്തലവട്ട ആനന്ദൻ, എത്രത്തോളം തർക്കമുണ്ടെങ്കിലും ഇപ്പോൾ ജോണി നെല്ലൂർ പണ്ട് പറയുന്ന പോലെയല്ല. ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കർക്കശമായ താക്കീതുണ്ട്, UDF യോഗത്തിലെ വിവരങ്ങൾ പുറത്തു പോകരുത്, മന്ത്രിസഭയിലെ വിവരങ്ങൾ പുറത്തു പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ജോണി നെല്ലൂരിന് പഴയതുപോലെ ഒരു വിമർശനം ഇനി നടത്താൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം പറയുന്നതിൽ ഒരു കാര്യമില്ലേ, ഓരോ തവണ ഈ ആരോപണങ്ങൾ UDF സർക്കാരിനെതിരെ ഉയരുമ്പോഴും ഓരോ തവണ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിക്കൂട്ടിലാകുമ്പോഴും അതിനെ അതിജീവിച്ച് പോകാൻ അവർക്ക് കഴിയുന്നു. അതെന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? മുൻകാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടാകാത്തതുപോലെ അതൊന്ന് പുനഃപരിശോധിക്കേണ്ടതില്ലേ? എവിടെയാണ് പിഴവ്? അവരുടെ കൂടെ UDF-ൻ്റെ കൂടെ ജനങ്ങൾ ഈ ഓരോ ആരോപണങ്ങൾ ഉയരുമ്പോൾ അങ്ങ് ഓടിച്ചെല്ലുകയാണോ? അതോ അത് ശരിയായ രീതിയിൽ തുറന്നു കാട്ടാനും അതിനെതിരെ പ്രവർത്തിക്കാനും പ്രതിപക്ഷത്തിൻ്റെ വീഴ്ചയുണ്ടോ? ആ വീഴ്ചയാണോ അവരുടെ ബലം? ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമായിട്ടില്ലേ? തീർച്ചയായും പ്രകാശ്, ഈ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവർ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നതിൻ്റെ ഫലമായി ജനപിന്തുണ കൂടുകയാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കലാണ്. കാരണം ഈ തരം പ്രവൃത്തികൾക്കാണ് കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നല്ലേ എൻ്റെ അർത്ഥം. ഖജനാവ് കൊള്ളയടിക്കുക, നികുതി ബഡ്ജറ്റിൽ നികുതി കൊണ്ടുവരുമ്പോൾ ആ നികുതി ഇളവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കാശ് വാങ്ങിക്കുക, റോഡിൻ്റെ പണി നടത്തുന്നതിൻ്റെ ഫലമായി കോടിക്കണക്കിന് രൂപ അതിൽ തട്ടിയെടുക്കുക PWD വകുപ്പ്. ഇപ്പുറത്താണെങ്കിൽ മാണിയെപ്പോലെ രാഷ്ട്രീയ നേതാക്കന്മാർ, UDF-ലുള്ള നേതാക്കന്മാർ ഒരു പെണ്ണിനെ കൊണ്ട് നടന്ന് അവരെ അപമാനപ്പെടുത്തുക, മാനഭംഗപ്പെടുത്തുക, അവൾ പരസ്യമായി വന്ന് പറയുക. ഇങ്ങനെയാണെങ്കിൽ ഈ ഗോവിന്ദസ്വാമി എന്തിനാ തൂക്കിലേറ്റാൻ ഇടുന്നത്? അവനൊരു വെള്ള കൊന്നു എന്നുള്ളതേ ഉള്ളൂ. മാനഭംഗപ്പെടുന്ന പണി അവൻ ചെയ്തല്ലോ. ഇവിടെ MLA-മാരെ കുറിച്ച് മന്ത്രിമാരെ കുറിച്ചെല്ലാം ആ പെണ്ണ് നടന്ന് പറയുകയാണ്, എന്നെ മാനഭംഗപ്പെടുത്തി, ഇന്നടത്ത് വെച്ചാണ് മാനഭംഗപ്പെടുത്തിയത്, എന്നെ ബലാത്സംഗം ചെയ്തു എന്നെല്ലാം പറയുന്ന പണിക്കാണോ ജനങ്ങൾ അംഗീകാരം കൊടുക്കുക? അപ്പൊ ഈ പണികൾ ഇനിയും സമർത്ഥമായി ചെയ്താൽ കൂടുതൽ വോട്ട് കിട്ടുമെന്നാണ്, UDF കൂടെ സ്ട്രെങ്തൻ ചെയ്യുമെന്നാണ്. എന്തൊരു ധാരണയാണ് മനസ്സിലിരിക്കുന്നത്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറയട്ടെ, 16 സീറ്റ് ഉണ്ടായിരുന്നവർ 12 സീറ്റ്. അത് താങ്കൾ ആദ്യം പറഞ്ഞാണ്. ശ്രീ ജോണി നെല്ലൂർ, കരുണാകരൻ്റെ കാലത്ത് ഇതിനേക്കാൾ ചെറിയ തെറ്റ്, ചെറിയ വീഴ്ചയുണ്ടായപ്പോൾ അദ്ദേഹത്തെ മാറ്റിയ ചരിത്രമുണ്ട്, മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച ചരിത്രമുണ്ട്. അതുപോലെ തന്നെ AK ആൻ്റണിക്ക് ഒരു ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന എന്നോ അതല്ലെങ്കിൽ ആദിവാസികൾക്ക് നേരെ നടന്ന വെടിവയ്പ്പെന്നോ അതെല്ലാം പറഞ്ഞ് അവിടെയും മുഖ്യമന്ത്രി മാറിയിട്ടുണ്ട്, മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കൂട്ടത്തിലുള്ളവരെല്ലാം ഒന്നൊന്നായി ആരോപണ വിധേയരാകുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരോപണ വിധേയമാകുന്നു. എന്നിട്ടും കോൺഗ്രസിൽ നിന്ന് പോലും പ്രതിരോധത്തിൻ്റെ ശബ്ദം ഉയരുന്നുണ്ട്. പണ്ടെല്ലാം ഘടകകക്ഷികളായിരുന്നു. ഈ ജനാഭിപ്രായം ആദ്യം മനസ്സിലാക്കി മാറ്റം വേണമെന്നും അങ്ങനെ സ്വന്തം നില തങ്ങൾക്ക് ഈ കേരളത്തിൽ പിടിച്ചു നിൽക്കണം എന്നുമുള്ള ആഗ്രഹത്തിൻ്റെ പേരിലെങ്കിലും അത് ചെയ്തിരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ ഒരു ഭയം? എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ, ഇപ്പോൾ ചന്ദ്രചൂഡൻ പറഞ്ഞല്ലോ, പുറത്താളുകൾ പറയുന്നുണ്ടല്ലോ, ഈ മുന്നണിയിൽ തന്നെയുള്ള നേതാക്കൾ, എന്തുകൊണ്ട് നിങ്ങളുടെ എല്ലാം മുട്ടിടിക്കുന്നു? എൻ്റെ പ്രകാശ്, ഒരാളുടെ മുട്ടിടിക്കുകയല്ല. ഒരു കാര്യം വളരെ അസന്നിഗ്ധമായി പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആളുകളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, ഉമ്മൻചാണ്ടിയെ പോലെ ജനകീയനായ ഒരു ഭരണകർത്താവ് ഈ കേരളം കണ്ടിട്ടുണ്ടോ? അദ്ദേഹം രാപകലില്ലാതെ കഷ്ടപ്പെട്ട് ഓടി നടന്ന് ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ രാജ്യത്തിന് മാതൃകയായ ഒരു മുഖ്യമന്ത്രിയല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം ജനങ്ങൾ, സാധാരണക്കാരായ ആളുകൾ ഈ ഗവൺമെൻറ്റിൽ വിശ്വാസമർപ്പിക്കുന്നു. ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകളും ചെറിയ ചെറിയ ന്യൂനതകളുമുണ്ട്. അതെല്ലാം മറക്കുവാൻ ആളുകൾ തയ്യാറാകുന്നത് ഉമ്മൻചാണ്ടിയെ പോലൊരു മുഖ്യമന്ത്രിയുടെ പ്രവർത്തനമാണ്. അദ്ദേഹം പാവപ്പെട്ട ആളുകൾക്ക് കാരുണ്യം ചൊരിയുവാൻ വേണ്ടി മാത്രമല്ല കെ എം മാണി കാരുണ്യ ലോട്ടറി, അതായത് മാണി ഓടി നടന്ന ജനങ്ങളുടെ പ്രശ്നം തീർക്കുന്നു, മാണിയുടെ മകൻ നിൽക്കാതെ ഓടുന്നു പ്രശ്നം തീർക്കാൻ, അതുപോലെ തന്നെ കെ ബാബു ഓടുന്നു പ്രശ്നം തീർക്കാൻ,
ഉമ്മൻചാണ്ടി ഇവരുടെ എല്ലാം കൂടെ മുന്നിൽ കയറി ഓടുന്നു, എല്ലാവരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട്. ഈ ഓട്ടം തുടരുന്നത് എന്തുകൊണ്ട് എന്ന് കേരളമെങ്കിലും ചിന്തിക്കണം. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.